എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ദൈവം നൽകിയ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഗോസ്പൽ ഓഫ് മിറക്കിൾസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല അത്ഭുത പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രവൃത്തി 4 സുവിശേഷങ്ങളിൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. തന്റെ പിന്നാലെ വന്ന ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് കർത്താവ് ഫിലിപ്പോസിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞത് 200 പണത്തിന് അപ്പം വാങ്ങിയാൽ എങ്ങനെ അല്പം അല്പം കൊടുക്കാൻ മതിയാകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ ചോദിച്ചെങ്കിലും യേശു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ കണക്ക് കൂട്ടിയാൽ പരാജയപ്പെടും. 200 പണത്തിനോ 300 പണത്തിനോ ഒന്നും അപ്പം വാങ്ങിയാൽ കൊടുത്തു തയ്ക്കാൻ ഒക്കെയല്ല എന്ന് അവർക്കറിയാം. എങ്കിലും ഒരു കണക്കങ്ങ് പറയുക. കർത്താവ് നമ്മോട് പറയുന്ന ഏത് വിഷയത്തിലും നാം കണക്ക് നോക്കാൻ പാടില്ല. നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് പാടില്ല. കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവെ വെള്ളമല്ലല്ലോ ഇവിടെ ആവശ്യം എന്ന് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ വരണ്ട കൈയുള്ള ഒരുവനോട് കൈ നീട്ടുക എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുക, കൈ നീട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ടേ നീട്ടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവന് വിടുതലുണ്ടാകില്ല. കർത്താവ് കൈ നീട്ടാൻ പറഞ്ഞാൽ കൈ നീട്ടാൻ നോക്കുക എന്നുള്ളതും, കുഷ്ഠരോഗികളോട് നിങ്ങളെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ അവിടെ ചെല്ലും എന്ന് ചോദിക്കുകയല്ല, അവരങ്ങ് പോകുക. ദൈവം നമ്മൾ പറയുന്നതിൽ യുക്തി ഉപയോഗിക്കാതിരിക്കുക. ബുദ്ധി നമുക്ക് ആവശ്യമെങ്കിലും കർത്താവിന്റെ കാര്യങ്ങളിൽ, കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ കണക്ക് കൂട്ടാൻ ബുദ്ധി ഉപയോഗിക്കണം. അവിടെ വിശ്വാസമാണ് ആവശ്യം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പല പ്രാവശ്യം സംസാരിക്കുമ്പോഴൊക്കെ നല്ല വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം വലിയതെന്ന് അവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരോട് പറയുമ്പോഴൊക്കെ അല്പവിശ്വാസികളെ, എത്ര നാൾ നിങ്ങളോട് ഇരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആണെങ്കിലും വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടില്ല. വിശ്വാസം എന്നതൊരു കൃപാവരം കൂടിയാണ്. പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒരുവന് വിശ്വാസം. അപ്പോൾ സാധാരണ കർത്താവിലുള്ള നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. അതിനെ ഞാൻ പഠിച്ച ഒരു തെളിവ് ഞാൻ പറയാം. ഒരു ശതാധിപൻ കർത്താവിനോട് പറയുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ മകന് സൗഖ്യം, എൻ്റെ ദാസന് സൗഖ്യം എന്ന് പറയും. അപ്പൊ നീ എൻ്റെ പുരയ്ക്കകത്ത് വരണ്ട, അതിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. തിരിച്ച് പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യമില്ലാതെടുക്കുക. പത്രോസ്, കർത്താവെ നീ ഒരു വാക്ക് പറഞ്ഞാൽ അമ്മായിമ്മ അവിടെ സൗഖ്യമാകും എന്ന് പറയുന്നില്ല. മറിച്ച് തിരക്കേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിനെ വിളിച്ച് അവിടെ കൊണ്ടുചെന്ന് അമ്മായിമ്മയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രോസ് വിടുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. എന്നാൽ പിൻകാലങ്ങളിൽ ദൈവം അവരെ നല്ലപോലെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
ആകയാൽ കർത്താവ് നമ്മോട് പറയുന്നതിൽ കണക്ക് കൂട്ടാതിരിക്കുക. നമ്മുടെ കണക്കുകൾ തെറ്റും. നമ്മുടെ കണക്കുകൾക്ക് അതീതമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ കർത്താവിന്റെ വാക്കുകൾ കൈക്കൊള്ളുവാൻ ദൈവം നമ്മെ ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.